ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വിവോ ഫോൺസുകളുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ റീസെൻ്റ്ലി ആക്ച്വലി എൻ്റെ ആദ്യത്തെ വിവോ ഫോണാണ് നമ്മുടെ വിവോ X200 Pro. ഇതിന് ആക്ച്വലി കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ചെറിയൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓൺലൈൻ തന്നെ വരെ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി നമ്മുടെ മൂന്നാമത്തെ ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എൻ്റെ ഫോണിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. ഞാനിപ്പോൾ എൻ്റെ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ X100 നിങ്ങൾക്കറിയാം, X100 Pro എന്ന് പറഞ്ഞ മോഡൽ ഇതിൻ്റെ മുമ്പത്തെ മോഡലാണ്. അത് ആക്ച്വലി അവൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് അതൊരു ഓൾമോസ്റ്റ് ഒരു 1 year ഒക്കെ വാറണ്ടി ഒക്കെ കഴിഞ്ഞതാണ്. ആ മോഡൽ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ആക്ച്വലി വിവോ സർവീസ് സെൻ്ററിൽ പോയിരുന്നു. കൊച്ചിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വിവോ സർവീസ് സെൻ്റർ നിങ്ങൾക്ക് അറിയാത്തവർക്ക് അവരുടെ എന്താ പറയുക സെറ്റപ്പ് സംഭവങ്ങളൊക്കെ കിടിലാണ് സാധനം. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ കിടിലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇനി ഞാനത് അന്വേഷിച്ചപ്പോൾ എല്ലായിടത്തും അവരുടെ ഒഫീഷ്യൽ സ്റ്റോറുള്ള സ്ഥലത്തെല്ലാം അങ്ങനെ തന്നെയാണ്. നല്ല എന്താ പറയുക, ഒരു നമ്മളിപ്പോൾ കാറിൻ്റെ ഒക്കെ ഒരു ഷോറൂമിലേക്കൊക്കെ പോയില്ലേ, അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് സാധനത്തിന്. പണ്ട് സാംസങ്ങിൻ്റെ ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പക്ഷേ സാംസങ് ഒക്കെ തനി കൂതറയായിട്ടുണ്ട്. കൂതറ എന്ന് പറഞ്ഞാൽ പോരെ, മരുന്ന് ഈരയില്ലത്തോടെ പോയില്ല ഇപ്പോൾ സാംസങ് ഒന്ന് കസ്റ്റമർക്കാർക്ക്. പണ്ടൊക്കെ സാംസങ്ങിൻ്റെ കസ്റ്റമർക്കാരൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് നമ്മൾ പറയാൻ പോകുന്നുട്ടാ. ഞാൻ ശരിക്കും ഞെട്ടി, സത്യം പറഞ്ഞാൽ ഞെട്ടി എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. എന്താ വെച്ചാൽ അവൻ്റെ ക്യാമറയുടെ ഉള്ളിലേക്ക് ഫോഗ് ഇഷ്യൂ കയറുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ വാറണ്ടി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. X100 സീരീസിനായിരുന്നു. അപ്പം ശരിക്കും ആക്ച്വലി വിവോൻ്റെ സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് X സീരീസ് ഫോണുകൾക്ക് അവരുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഫോണാണ് X സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ X സീരീസ് ഫോണുകൾക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് വേറെ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ നമ്മുടെ എറണാകുളത്തൊക്കെ ഭയങ്കര വലിയ സംഭവം ഉണ്ട്. ഞാൻ ആക്ച്വലി അവിടെ ആയിരുന്നു ആ സമയം. അതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് പോയത്. തൃശ്ശൂരുണ്ട്. മിക്ക ഇവർക്ക് സർവീസ് സെൻ്റർ ഉണ്ട്, ഇവർക്ക് മിക്ക ഏരിയയിലൊക്കെ ഉണ്ട്. വിവോൻ്റെയും ഐക്യുവിൻ്റെയും ഒരേ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഐക്യുവിൻ്റെ ഫോണായാലും നിങ്ങൾക്ക് ഇതേ എക്സ്പീരിയൻസ് തന്നെ കിട്ടുക. പക്ഷേ വിവോൻ്റെ X സീരീസ് ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പോയി. അപ്പോൾ നമ്മൾ ആക്ച്വലി X സീരീസിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം പോരാ തന്നെ എറണാകുളത്തായിരുന്നു. അപ്പോൾ നമുക്ക് X സീരീസ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് മാത്രമേ പോയിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് ആക്ച്വലി അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്കൊരു ലോഞ്ച് ഏരിയ പോലെ സ്ഥലമൊക്കെ ഉണ്ട്. ഒരു വലിയ സോഫ പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ട് നമുക്ക് ലോഞ്ച് ഏരിയ ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇവർ ഡ്രിങ്ക്സും ചായ കോഫി ചെറിയ സ്നാക്സുകളൊക്കെ ആയിട്ട് ഒരു ഇടയ്ക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമുക്ക് മാത്രം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ കണ്ടാൽ ശരിക്കും ഞെട്ടിട്ടാ. ഞെട്ടിന്ന് പറഞ്ഞാൽ പറയാം, ശരിക്കും ഞെട്ടി. ഇവിടെ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റിഫ്രഷ്മെൻറ്റ് പോലെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ആക്ച്വലി അത് സബ്മിറ്റ് ചെയ്ത് അവർ ചെക്കപ്പ് ചെയ്തിട്ട് നോക്കിയിട്ട് അവർ വാട്ടർ ഡാമേജ് ഉണ്ടോന്നൊക്കെ ആദ്യം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ജോബ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസും നമ്മുടെ ഫോൺ നമ്പറും പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബില്ലും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല കേട്ടോ. ശരിക്കും IMEI നമ്പർ ആവശ്യമാണ്. അപ്പോൾ ബില്ലുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ, ബോക്സ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അല്ലെങ്കിൽ അവർ ആക്ച്വലി അവർ പറഞ്ഞ് ഇത് സംഭവമൊന്നും ഇല്ലെങ്കിൽ അവർ ഫോൺ ഊരിയിട്ട് മദർ ബോർഡിൽ നിന്ന് എടുത്തോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ IMEI നമ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫോൺ രജിസ്റ്റർ ചെയ്യും ശരിക്കും IMEI നമ്പർ വെച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് സംഭവം കൊടുത്തു. ഒരു ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ആയപ്പോൾ ഇവർ ആക്ച്വലി വിളിച്ചു, സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. റേറ്റ് ഒക്കെ ആക്ച്വലി നമ്മുടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വെയിറ്റിംഗ് ഏരിയയിലെ സമയത്ത് നമുക്ക് അവിടെ ഒരു വലിയൊരു ബോർഡൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് പ്രൈസ് ചെക്കപ്പ് ചെയ്യാനുള്ള QR കോഡ് സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ആ കറക്റ്റ് അതിൽ കാണിക്കുന്ന പ്രൈസൊക്കെ കറക്റ്റ് വാങ്ങിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ ആയിക്കോട്ടെ, ഓവറോൾ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വിവോ ഫോണാണ്. ഞാൻ വിവോ X സീരീസ് ഫോൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസിയാണ്. എന്തായാലും 70,000 മുകളിലായിരിക്കും. നമ്മളിപ്പോൾ X100 ആയിക്കോട്ടെ, X90 ആയിക്കോട്ടെ. എൻ്റെ ചാനലിൽ X90 ഉണ്ടായിരുന്നു, X90 Pro ഉണ്ടായിരുന്നു. അതിന് ശേഷം ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്യാൻ പോയില്ല. പക്ഷേ അത് സാധനം ഇരിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ ഫോണാണ്. ഞാൻ പറഞ്ഞല്ലോ X200 Pro ആണ് എൻ്റെ ആദ്യത്തെ സീരീസ്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവർ ആക്ച്വലി നമ്മളോട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഫുള്ളൊക്കെ നമ്മൾ പേഴ്സണലി വന്ന് ചോദിക്കുകയാണ്. നമുക്ക് സർവീസ് ചെയ്യുന്ന ആൾ തന്നെ. എന്നിട്ട് നമ്മളോട് റേറ്റിംഗ് കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മൾട്ടിപ്പിൾ ഡേയ്സുകൾക്ക് ഉണ്ട്. ഇത് പ്രമോഷണൽ സംഭവമൊന്നുമല്ല, ഞാൻ ഫുട്ടേജ് ഒന്നും ഇടാത്തത് കൊണ്ടാണ്. പ്രമോഷണൽ സംഭവം അല്ലെങ്കിൽ കുറേ നമ്പർ ഒന്ന് പറയും പ്രമോഷണൽ സംഭവമൊക്കെ എന്ന് പറയും. നിങ്ങൾ അവരുടെ ആപ്പിളിൻ്റെ കുറേ ഫാൻ ബോയ്സുകളും സാംസങ്ങിൻ്റെ ഫാൻ ബോയ്സൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കമ്പനി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ കാണാൻ പറ്റും. 100% ഷുവറാണ്. അത് മാത്രമല്ല, എന്നിട്ട് ഞാൻ ആക്ച്വലി ഞാൻ പറയുമ്പോൾ ഞാൻ സാംസങ് യൂസർ കൂടിയിട്ടാണ്. ഞാൻ ഐഫോണൊക്കെ ഞാൻ നിർത്തി പറയുമ്പോൾ ഞാൻ സാംസങ് യൂസർ കൂടിയിട്ടാണ്. എന്നിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ
എന്താ പറയുക, ഇവർ നമ്മളൊരു റെക്കമെൻഡേഷൻ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ്. അതൊക്കെ എന്താ പറയുക ഭയങ്കര പ്രൊഫഷണൽ വേയിലാണ് കേട്ടോ. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല വിവോ എന്നൊക്കെ വെറുതെ എല്ലാവന്മാരുടെ ഫോൺ ഇങ്ങനെ സെല്ലാവണത്. എക്സ് സീരീസ് ഫോണുകളായിക്കോട്ടെ. എനിക്കിപ്പോൾ ശരിക്കും ആക്ച്വലി ഞാനിത് ഈ ഒരു സാധനം ഞാൻ 87 രൂപ കൊടുത്തിട്ടെടുത്ത്. അതെനിക്ക് ശരിക്കും ഇപ്പോൾ വെറുത്തായും തോന്നുന്നുണ്ട്. പറയുമ്പോൾ ഫോൺ കിടലെന്ന് തന്നെയാണ്. എന്നാലും പക്ഷേ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ സർവീസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇവരുടെ സർവീസ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഞെട്ടി. ഞാൻ വിവോയുടെ ബ്രാൻഡ് ഇനിയും ഞാൻ എടുക്കും. അങ്ങനെ ഒരു ഇംപ്രഷൻ നമുക്ക് വന്നു. ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ, അവരെന്ത് വാങ്ങിയാൽ കാണിക്കുന്നത്, അവരുള്ള ഫോണുകളുടെ അവരെ ഗ്രീൻ ലൈൻ വന്നിട്ട് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐഫോൺ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് കാശിൻ്റെ കളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇംപ്രഷൻ വരുമ്പോൾ ആൾക്കാർ പിന്നെയും ആ ബ്രാൻഡ് തന്നെ എടുക്കും. നിങ്ങൾക്ക് ആക്ച്വലി വിവോയുടെ സർവീസ് സെൻറ്റർ ലൈവായിട്ട് അത് കുറേ പക്ഷേ അവർ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതാണ്. എന്നാലും പക്ഷേ ആ കാണിക്കുന്നത് ശരിക്കും സത്യം തന്നെയാണ് ഉണ്ടാവും. ഞാൻ ഇപ്പോഴാണ് ശരിക്കും എനിക്കത് മനസ്സിലായത്. കിടിലൻ സർവീസ് 100% സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ആക്ച്വലി അവരെന്താ ചെയ്തതെന്നറിയോ? ആക്ച്വലി ഞാൻ അതിൻ്റെ സംഭവം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് ആക്ച്വലി വേറൊരു X90 X80 കൊണ്ടൊരു ഫോണുണ്ട്. അല്ല X80 അല്ല, ഇതിന് മുമ്പ് ഒരു ഫോൺ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇപ്പോൾ അവർക്ക് പ്രൊഡക്ഷനൊക്കെ നിർത്തി. അത് കംപ്ലൈൻ്റ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2.5 കൊല്ലം 3 കൊല്ലമൊക്കെ ആയ ഫോണാണ്. അതിന് പാർട്സ് അവൈലബിൾ അല്ല. അവർ പറഞ്ഞാൽ അവർ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ പുതിയ X200 ആണ്ട് അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ X80 വാങ്ങിച്ച പ്രൈസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി. കിടിലൻ സാധനമാണ് ഇതൊക്കെ. എന്തുമാതിരി കസ്റ്റമർ കെയർ സപ്പോർട്ടാണ് അതൊക്കെ നോക്കുമ്പോൾ. അല്ലെങ്കിൽ പുതിയ ഫോൺ ഇപ്പോൾ V40 V50 ചെറുതായിട്ട് ഇടയ്ക്ക് ചില കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുറേ പേര് അതിന് എന്താ പറയുക, ഞാൻ അവിടെ കുറേ പേര് കണ്ടു നമ്മുടെ എന്താ പറയുക UV ഗ്ലാസ് ഒട്ടിച്ചിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ട് അവർ ഫോൺ റീപ്ലേസ് കൊടുക്കണം. സാംസങ്ങും ആപ്പിളൊക്കെ പോയി ചത്തൂടെ ആപ്പിളെ പോയിട്ട്, അല്ലെങ്കിൽ ആപ്പിൾ സാംസങ് എന്ത് മാങ്ങ സർവീസാണ് സാംസങ് ഒക്കെ പറയുന്നത്. ഇപ്പോഴത്തെ സർവീസ് സെൻ്ററൊക്കെ സാംസങ്ങിൻ്റെ കാണണം. ഇതിനാട്ടും ഭേദം വല്ല എന്താ പറയുക കൂതറ ലോക്കൽ സർവീസ് സെൻ്ററിൽ പോയി കൊടുക്കുക. അത്ര അതിനായിട്ടും ബെറ്റർ സർവീസ് അവിടെ കിട്ടുന്നുണ്ട്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ആപ്പിൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് ഇങ്ങനെ എന്താ പറയുക ഈ ടിം കുക്കൊക്കെ വരാനായിട്ട് മുമ്പ് ആപ്പിളൊക്കെ കിടിലൻ സർവീസ് ആയിരുന്നു. അവർ റീപ്ലേസ് എന്താ പറയുക ഫോൺ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറൊരു ഫോൺ കൊടുക്കും നമുക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ. ആ സമയത്തൊക്കെ അത് പ്രീമിയം ആയിരുന്നു. ഇപ്പോൾ പ്രീമിയം എന്നല്ല, iPhone എന്ന് പറയുന്നത് പ്രീമിയം അല്ല, കൂതറ എന്ന് വേണമെങ്കിൽ പറയുന്നത് തന്നെ. ലോക്കൽ ഇപ്പോൾ അങ്ങനെ ഹിന്ദി ആൾക്കാരെല്ലാം കടയിൽ ചപ്രി എന്നാണ് പേര്. ഇപ്പോൾ ചപ്രി എന്ന് പറഞ്ഞാൽ ലോക്കൽ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ലോക്കൽ ഫോൺ എന്നൊക്കെ പറയില്ല. അതുപോലെ ആയി പറയുമ്പോൾ പണ്ടത്തെ നമ്മൾ സാധാരണ നോക്കിയ എടുത്തു കഴിഞ്ഞാൽ പണ്ട് എല്ലാ സാധനമായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഐഫോൺ. എന്നിട്ടും ഇപ്പോഴും കുറേ എണ്ണം കടിച്ച ആപ്പിളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ട്. എൻ്റെ നമ്മുടെ ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് സൗണ്ട് അത് നിലത്ത് വീണ കേട്ടോ, അതാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത് എൻ്റെ ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. വിവോയുടെ സർവീസ് സെൻ്ററിൽ ആ സർവീസ് സെൻ്റർ കണ്ടാൽ തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നും. അങ്ങനെ ഒരു കിടിലൻ സാധനം. അത് ഭയങ്കര സൂപ്പറായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അത് പറയുമ്പോൾ അത് പുതിയതൊന്നുമല്ല, കിടിലുണ്ടാവും, രക്ഷയില്ല. ഞാൻ ശരിക്കും ഞെട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. അത് മാത്രമല്ല, വിവോൻ്റെ ഫോൺ വാങ്ങിക്കാൻ ഒരു എന്താ പറയുക ഇതിനൊരു കോൺഫിഡൻസും കൂടി വന്നു നമുക്ക്. അതാണ് മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് നമ്മളെ ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം.